പാർപ്പിട മേഖലയ്ക്കും വെള്ളക്കെട്ട് നിവാരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൽ 26.78 കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ പ്ലസന്റ് ഹോളിഡേ ഇൻ ഹോം സ്റ്റേ. ശാന്തസുന്ദരമായ താമസ സൗകര്യവും സ്വന്തം ഫിഷ് ഫാമിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരു അനുഭവവും നിങ്ങൾക്ക് തരുന്നു. പ്ലസന്റ് ഹോളിഡേ ഇൻ ഹോം സ്റ്റേ, പെരുമാൾപ്പടി ഈസ്റ്റ്, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് 26,78,85,832 രൂപ വരവും 25,94,45,500 രൂപ ചെലവും 84,40,332 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ്. ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനവും വിവിധ മരുന്നുകളുടെ ലഭ്യതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിനായി 1.88 കോടിയും പാർപ്പിട മേഖലയിൽ 1.52 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികൾക്കായി 15.01 കോടി വകയിരുത്തുന്നു. പ്രദേശത്ത് നേരിടുന്ന വേലിയേറ്റ വെള്ളക്കെട്ട് പ്രശ്നം നേരിടുന്നതിനായി തോടുകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നതിനും പാർശ്വഭിത്തി സ്ലൂവിസ് നിർമ്മാണത്തിനും ആകെ 65 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമം 1.66 കോടി വകയിരുത്തുന്നു. SC ഉന്നതികളുടെ സമഗ്ര വികസനത്തിനും വേലിയേറ്റ വെള്ളക്കെട്ട് ഭീഷണി തടയുന്നതിനും 62.50 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. കുട്ടികൾ, വയോജനങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി മേഖലയിൽ 59.5 ലക്ഷം രൂപ വകയിരുത്തുന്നു. പശ്ചാത്തല മേഖലയിൽ 1.69 കോടി വകയിരുത്തുന്നു. കാർഷിക മേഖല 49.8 ലക്ഷം, ക്ഷീരവികസനം 43.4 ലക്ഷം, കുടിവെള്ളം, ശുചിത്വം 55 ലക്ഷം, വിദ്യാഭ്യാസം, കലാസംസ്കാരം, യുവജനക്ഷേമം 49.39 ലക്ഷം, വനിതകൾക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹനം ഉൾപ്പെടെ വനിതാക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 43.74 ലക്ഷം, സദ്ഭരണം, പൊതുഭരണം 59.65 ലക്ഷം, ജൈവ വൈവിധ്യം, ദുരന്ത നിവാരണം, പ്രകൃതി സംരക്ഷണം മേഖലയിൽ നീർത്തട പരിപാലനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായി 81 ലക്ഷം, പ്രാദേശിക സാമ്പത്തിക വികസനം 33.55 ലക്ഷം എന്നിങ്ങനെ തുകകൾ വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, കുൾപ്പുള്ളി. 14ാം പഞ്ചവത്സര പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട് മാർഗരേഖ അനുശാസിക്കും പ്രകാരം വിവിധ വിഷയമേഖലകളുടെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങളും ഈ പ്രദേശത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കൂടിയുള്ളതുമായ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. വേലിയേറ്റ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും കാരണമുള്ള ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ഏറ്റെടുത്ത തോടുകളുടെ ആഴം വർദ്ധിപ്പിക്കൽ, പാർശ്വഭിത്തി നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികളും കിഡ്സ് അത്ലറ്റിക്സ് പ്രോഗ്രാം, ലഹരി വിമുക്ത വൈപ്പിൻ പദ്ധതികളും പ്രത്യേക പരിഗണന നൽകി തുടർന്നും നടപ്പാക്കേണ്ട പദ്ധതികളാണ്. ആരോഗ്യ മേഖലയ്ക്കും പാർപ്പിട മേഖലയ്ക്കും മുൻഗണന നൽകേണ്ടതുണ്ട്. പട്ടികജാതി ക്ഷേമവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, പഠനമുറി, വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ, വയോജന ക്ഷേമം, ഉന്നതികളുടെ സമഗ്ര വികസനം എന്നിങ്ങനെയുള്ള പദ്ധതികളും മുൻഗണന നൽകി ഏറ്റെടുക്കേണ്ടതായുണ്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ, ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമം, കാർഷിക ക്ഷീര വികസന മേഖലയ്ക്ക് പ്രോത്സാഹനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ധനസഹായം, ശുചിത്വപാത, സുന്ദരപാത എന്നിങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾക്ക് തുക വകയിരുത്തേണ്ടതുണ്ട്.